റോണക്സ് എന്ന് പറഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടാണ് അവരെന്നെ വിളിക്കുന്നത്. ഒരു സംശയത്തിലാണ് എന്നെ വിളിച്ചത്. പക്ഷെ എന്തോ ദൈവം സഹായിച്ച് ആ ക്യാരക്ടർ എനിക്ക് തന്നെ കിട്ടി. എനിക്ക് വിസിലടിക്കാൻ അറിയില്ല. അതിനുവേണ്ടി പഠിച്ചോ? ഇല്ല, സ്റ്റുഡിയോയിലെ പയ്യനാണ് അതിന്റെ ആ വിസിലിങ്ങിന്. കല്യാണിയാണെങ്കിലും അങ്ങനെ തന്നെയാണോ? അതെ അതെ, കല്യാണിക്ക് വിസിലടിക്കാൻ അറിയില്ല. നിങ്ങൾ കണ്ടത് ഞാൻ എന്നെ ശിവചേട്ടൻ പിടിക്കണാണല്ലോ. അതിന് മുമ്പത്തെ വീഴ്ച പിടിക്കാതൊരു വീഴ്ച നന്നായിട്ട് വീണായിരുന്നു. നാടകം വേറൊരു എക്സ്പീരിയൻസ് ആണ്. 2 മണിക്കൂർ തിയേറ്റർ പെർഫോം ചെയ്യാന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. 2 മണിക്കൂർ നാടകം നമ്മൾ നന്നായി ചെയ്താൽ 2 മണിക്കൂർ നിൽക്കുകയും നമ്മളൊരു ഡയലോഗ് തെറ്റിച്ചാൽ അത് 10-15 മിനിറ്റിനുള്ളിൽ നിൽക്കുകയും ചെയ്യും. കോളേജിൽ പഠിക്കുമ്പോൾ നാടകം ചെയ്തിട്ടുണ്ട്. പക്ഷെ പണ്ടൊക്കെ നാടകം ഭയങ്കര വെറുക്കപ്പെട്ട കലയാണേ. നമ്മൾ നാടകം ചെയ്യാൻ പാടില്ല. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മാത്സ് പരീക്ഷയിൽ നിന്ന് ഒളിച്ചോടാനാണ് നാടകം എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടത്. പക്ഷെ അത് പിന്നെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓട്ടോ ഓടിക്കാനൊന്നും അറിയില്ല. ഞാൻ കപ്പേളയ്ക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ക്യാമറ നമ്മൾ ഇതിൻ്റെ മുമ്പിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, വണ്ടിയുടെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം ആദ്യം ഞാൻ ജിയോ ചേട്ടനോട് വെച്ചു, ജിയോ ചേട്ടാ ഈ ക്യാമറയ്ക്ക് എന്ത് കാശാവും? സെല്ലുലോയിഡ് ഫിലിം മാഗസിൻ. ഓസ്ലർ ഉൾപ്പെടെ നിരവധി സിനിമകളുടെ ഭാഗമാകുന്ന, അല്ലെങ്കിൽ നമുക്കൊക്കെ പല സിനിമകളിലൂടെ കണ്ട് പരിചിതമായിട്ടുള്ള മുഖമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ പ്രിയേച്ചി അഥവാ പ്രിയ ശ്രീജിത്ത് അല്ലേ? അപ്പോൾ എന്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വിഷയം എന്ന് പറയുന്നത്? എല്ലാവരും ഇപ്പോൾ കണ്ടിറങ്ങിയിട്ടുള്ള പടം എന്ന് പറയുന്നത് ഓസ്ലർ ആയിരിക്കും. ഓസ്ലർ ഇതേപോലെ ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടൊരു നേഴ്സ് റോളിലായിരുന്നു വന്നിട്ടുള്ളത്. എന്താണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് അത് ആദ്യം തന്നെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ശരിക്കും പറഞ്ഞാൽ ഓസ്ലറിൽ അങ്ങനെ അതിഭീകരമായ പെർഫോമൻസ് സാധ്യതകളൊന്നും ഉള്ള വേഷമല്ല. സിസ്റ്റർ ടീന എന്ന് പറഞ്ഞിട്ട് വളരെ കുഞ്ഞി ക്യാരക്ടറാണ്. പക്ഷെ എങ്കിൽ പോലും അതിൽ കുറേ ക്ലോസ് ഷോട്ടും ഒക്കെ ഉള്ളത് കൊണ്ട്, പിന്നെ ആ കഥയ്ക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ സിസ്റ്റർ ടീന എന്ന് പറയുന്നത് ശ്രദ്ധിക്കപ്പെട്ടു എന്ന് മാത്രം. പക്ഷെ ആ ടീം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ടീമായിരുന്നു. മിഥുൻ സാർ ആയിക്കോട്ടെ, അതിൻ്റെ ക്യാമറയിൽ പ്രവർത്തിച്ചവരായിക്കോട്ടെ, എല്ലാവരും അധികായന്മാരായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് അത് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. ജയറാമേട്ടനായിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ട്, അതിൽ മമ്മൂക്കനെ കണ്ടിട്ടില്ല. പക്ഷെ മമ്മൂക്കയും ഒക്കെ ഉള്ള സിനിമയാണ് എന്നുള്ളത് വളരെ ഒരുപാട് കാലത്തിന് ശേഷം തിരിച്ചു വരുന്ന ഒരു മൂവി കൂടെയാണ്. ഒരു പ്രത്യേകത ഉള്ള ഒരു സിനിമ ആണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എവിടെയായിരുന്നു ലൊക്കേഷൻ ഒക്കെ? എവിടെയായിരുന്നു? നമുക്ക് ഉണ്ടായിരുന്നത് ഒരു ഹോസ്പിറ്റൽ സീക്വൻസ് ആയിരുന്നു. അത് പാലക്കാട് വെച്ചിട്ടായിരുന്നു. അവിടെയാണ് നമ്മുടെ സീൻ ഷൂട്ട് ചെയ്തത്. എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കണ്ടപ്പോൾ ഓസ്ലർ ഇപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സീനുകൾ മാത്രമാണ് നമ്മൾക്ക് അറിയേണ്ടാവുക. അല്ലെങ്കിൽ ഇപ്പോൾ ഡബ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ നമ്മുടെ സീൻ മാത്രമാണ് നമ്മൾ കാണുക, ഡബ്ബിങ് പോർഷൻസ് ഒക്കെ ആയിട്ട്. അപ്പം ആ സിനിമ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ത്രില്ലറായിരുന്നു, ഭയങ്കര രസമുള്ള കഥയായിരുന്നു. അപ്പം ഞാൻ അമ്മേനെയും കൂട്ടിയിട്ടാണ് സിനിമയ്ക്ക് പോയത്. ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രം വർക്കാവും, അമ്മയ്ക്ക് വർക്കാവില്ല എന്നായിരുന്നു. പക്ഷെ എന്നെക്കാളും കൂടുതൽ അമ്മയ്ക്ക് വർക്കായി എന്നുള്ളത് പിന്നെ എൻ്റെ പിള്ളേരും അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മുടെ ഒരു ഏജ് എന്നുള്ളതിൽ ഉപരിയായിട്ട് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള, അതെ അതെ അതെ, അങ്ങനെയാണ് അത് ചിത്രീകരിച്ച് വെച്ചിട്ടുള്ളത്. എത്ര ദിവസം ഉണ്ടായിരുന്നു അതിന്റെ ഷൂട്ടൊക്കെ? അത് എനിക്ക് 5 ദിവസം. അപ്പൊ ഇങ്ങനെ വിചാരിച്ചായിരുന്നു ഇപ്പൊ ഇത്രയും, അതായത് പല സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ സിനിമ ഇറങ്ങുമ്പോൾ ചിലത് വരാറില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ സിനിമയിൽ അഭിനയിച്ചത് ഇന്ന സിനിമയിൽ ഉണ്ടെന്ന് ഞാൻ ആരോടും ആദ്യമേ പറയാറില്ല. ഞാൻ ഫോട്ടോ പോലും ഇടുന്നത് സിനിമ ഞാൻ കണ്ടതിന് ശേഷമാണ്. ഫേസ്ബുക്കിൽ പോലും ഒരു പോസ്റ്റ് ഇടുന്നത്. എന്താ വെച്ചാൽ എൻ്റെ ആദ്യ സിനിമാനുഭവം അങ്ങനെയാണ്. ആദ്യത്തെ സിനിമ 2017 ഉടലാഴം എന്ന് പറയുന്ന സിനിമയാണ്, ഉണ്ണികൃഷ്ണൻ ആവളയുടെ സിനിമയാണ്. അപ്പം അത് ചെയ്യുമ്പോൾ ജോയ് മാത്യുയുടെ ഭാര്യയായിട്ടാണ് അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല വേഷമായിരുന്നു. ഞാൻ സെൻറ്റ് തെരേസസ് സ്കൂളിൽ അന്ന് ഡാൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം സ്വാഭാവികമായിട്ടും സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത് വരുന്ന സമയത്ത് എറണാകുളത്ത് നിന്ന് ലീവ് എടുത്ത് 7 ദിവസത്തെ ലീവ് എടുത്തിട്ടാണ് വന്നിട്ട് ഈ പടം വർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ പറയുമല്ലോ സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ലീവ് ചോദിക്കുക തന്നെ. പക്ഷേ പടം ഇറങ്ങിയ സമയത്ത് ഒരു പാസിംഗ് ഷോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഞാൻ മനസ്സിലാക്കി പക്ഷേ സിനിമയുടെ സ്വഭാവം എങ്ങനെയാണ്, എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ പറച്ചിൽ നിർത്തി. പക്ഷെ ഇപ്പൊ എല്ലാം നല്ല ക്യാരക്ടേഴ്സിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ദൈവം സഹായിച്ച് ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിന് തൊട്ട് മുന്നേ എനിക്ക് തോന്നുന്നു മറ്റേ പേരില്ലൂരാണ് പിന്നീട് ഉണ്ടായിരുന്നത്. അപ്പൊ അതിലും നല്ലൊരു കഥാപാത്രം തന്നെ. അതിൽ ലില്ലി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അതിന്റെ തൊട്ട് മുന്നേ ചെയ്തത് 18+ലെ ഒരു പാവം അമ്മവേഷമായിരുന്നു. വെറുതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭർത്താവിനും മകനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന, വളരെ സങ്കടത്തിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറിൽ നിന്നും ലില്ലിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര രസമായിരുന്നു. അത് വളരെ കുശുമ്പും അസൂയും
അത്യാവശ്യം കുന്നായ്മയൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ അധികം അഭിനയിക്കേണ്ടി വന്നില്ല, കയ്യിലുള്ളതിന്റെ കൂടെ കുറച്ച് ഇട്ടാൽ മതിയായിരുന്നു. അപ്പൊ അങ്ങനെ അത് ദിൽഖുഷിന്റെ ദിൽഖുഷിന്റെ അമ്മയായിട്ട്. പിന്നെ അതിനുള്ളൊരു ഫ്രീഡം പ്രവീൺ സാറ് തന്നത് കൊണ്ട് ആ സെറ്റും ഭയങ്കര ജോളി ആയതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ തട്ടിമുട്ടിപ്പോയി. ഇപ്പൊ റീൽസ് ആയിട്ടും ഒക്കെ ആയിട്ട് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ തൊട്ട് മുന്നേ ആണെങ്കിലും നല്ല വേഷമുള്ള ഒരു കഥാപാത്രം തന്നെയായിരുന്നു. ശേഷം മൈക്കിൾ അത് ഫാത്തിമ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു. എനിക്ക് തോന്നുന്നു സുധീഷ് ചേട്ടന്റെ വൈഫായിട്ടാണ് ചെയ്തത്, കല്യാണി പ്രിയദർശന്റെ അമ്മയായിട്ടുള്ള കഥാപാത്രം. അതിൽ ഒരുപാട് അഭിനയ സാധ്യത ഉള്ള ഒരു ക്യാരക്ടറും കൂടെ ആയിരുന്നു തോന്നുന്നു അല്ലേ? ഞാന് ശരിക്കും പറഞ്ഞാൽ ആ പടത്തിലേക്ക് ഏറ്റവും അവസാനം കാസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളാണ് ഞാൻ. തലേ ദിവസമാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. പടം തുടങ്ങുന്നതിന്റെ തലേ ദിവസം 14-ാം തീയതി പടം സ്റ്റാർട്ട് ചെയ്യുന്നു, 13-ാം തീയതിയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ചേച്ചിയിലേക്ക് എങ്ങനെ അങ്ങനെ ഒരു ക്യാരക്ടർ എത്തി? ആരെങ്കിലും അത് ഓൾറെഡി വേറൊരാൾ അവർ ഫിക്സ് ചെയ്തിരുന്നു. പക്ഷെ രണ്ടാഴ്ചത്തെ എന്തോ ഗ്രൂമിങ്ങിലും അവർ ഇതായില്ല എന്ന് പറഞ്ഞിട്ട്, അവർക്ക് തൃപ്തി വന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് റോണെക്സ് എന്ന് പറഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടാണ് അവർ എന്നെ വിളിക്കുന്നത്. അതായത് റോണെക്സ് ഇങ്ങനെ സജഷൻ കൊടുത്തു, ഇങ്ങനെ പ്രിയ എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട് കോഴിക്കോട്, നിങ്ങൾ വിളിച്ചു നോക്കൂ, ഹിഗിറ്റയിൽ അവർ നല്ല പെർഫോമൻസ് ആയിരുന്നു, ഇതിലെന്താവും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ അവർ ഒരു സംശയത്തിലാണ് എന്നെ വിളിച്ചത്. പക്ഷെ എന്തോ ദൈവം സഹായിച്ച് ആ ക്യാരക്ടർ എനിക്ക് തന്നെ കിട്ടി. വലിയ കുഴപ്പമില്ലാണ്ട് തട്ടിമുട്ടി അത് ഒപ്പിച്ച് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ആ ഒരു പോർഷൻ ചെയ്യിപ്പിച്ച് നോക്കിച്ചായിരുന്നു. 13-ാം തീയതി ഞാൻ പോയി മീറ്റ് ചെയ്തപ്പം അവരതിൽ ആ വിസ്ലിംഗ് സീൻ ഉണ്ട്, അതില് ആ സാധനം അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കിയിരുന്നു. ആക്ച്വലി എനിക്ക് വിസിലടിക്കാൻ അറിയില്ല, അഭിനയമാണല്ലോ. ഇല്ല, സ്റ്റുഡിയോയിലെ പയ്യനാണ് അതിന്റെ ആ വിസിലിങ്ങിന് അതെ കല്യാണിക്ക് വിസിലടിക്കാൻ അറിയില്ല. അപ്പൊ അവര് നിങ്ങൾക്ക് വിസിലടിക്കാൻ അറിയില്ലേ എന്നൊക്കെ ഡയറക്ടർ ചോദിച്ചു. പക്ഷെ ഡയറക്ടർക്കും വിസിലടിക്കാൻ അറിയുമായിരുന്നില്ല. അപ്പൊ അതങ്ങനെ പോയി. അതൊരു നല്ല വേഷമായിരുന്നു. പക്ഷെ അതായത് കുട്ടിക്കാലത്തെ എന്താ പറയാ, നമ്മളെ സ്വപ്നങ്ങൾക്കൊക്കെ നിറം വെക്കാനാവുമ്പോഴത്തേക്കും കല്യാണം എന്നുള്ള ഇതിൽ വന്നിട്ട് പിന്നെ പുറത്ത് കിടക്കാൻ പറ്റാത്ത ആൾക്കാർ ഒരുപാടുണ്ട്. ഇപ്പൊ ഞാനും 22 വയസ്സിൽ കല്യാണം കഴിച്ച ആളാണ്. നമ്മള് പുറമേന്ന് കാണുന്ന ഒരു ലോകമല്ലല്ലോ മിക്കവാറും നമ്മൾ യാഥാർത്ഥ്യത്തിൽ വരുമ്പോഴുള്ളത്. അപ്പം നമുക്ക് അതിൽ നിന്നുള്ളത് പുറത്തേക്ക് പറക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. ഇപ്പൊ നമ്മളെ ഭർത്താവ് എന്ന് പറയുന്ന ആള് എത്ര സപ്പോർട്ട് ചെയ്താലും ചില കെട്ടുപാടുകൾ പൊട്ടിച്ചെറിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഹസ്ബൻഡ് ഡാൻസ് മാസ്റ്ററാണ്. അപ്പോൾ ഞങ്ങൾ ഒരേ പ്രൊഫഷൻ തന്നെയാണ്, സിനിമ തന്നെയാണ് പുള്ളിക്കാരൻ ചെയ്യണത്. അപ്പം പുള്ളിക്കാരൻ പോയിട്ട് ഒരു 2 മാസത്തേക്ക് വീട്ടിൽ വന്നില്ലെങ്കിലും പിള്ളേർക്ക് ഒരു പ്രശ്നവുമില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ ഫോണാണ്, ഹലോ അമ്മ ഇപ്പോൾ വരും, എത്ര ദിവസമായി പോയിട്ടെന്ന് വെക്കും നെക്സ്റ്റ് ഡേ ആവുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും ഉണ്ടല്ലോ. അതിനൊരു പ്രതിനിധിയായിട്ടാണ് തീർച്ചയായിട്ടും. ഉമ്മ ചിലപ്പോ അങ്ങനെ പാറി പറന്ന് നടന്ന ഒരു സ്ത്രീ ആയിരിക്കണം. അവര് ഒരേ സമയം ഭർത്താവിന്റെ എല്ലാ ഷാഢ്യങ്ങൾക്കും ഒപ്പം നിൽക്കുകയും അതേസമയം തന്നെ മകളോട് വളരെ സൗഹൃദത്തോടുകൂടി മകളുടെ അതെ അങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് വന്നപ്പോ അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾ പുറത്തുണ്ടാവും. അപ്പൊ അത്തരത്തിൽ ആരെങ്കിലും വിളിക്കോ? ശേഷം മൈക്കിൾ ഫാത്തിമ ആക്ച്വലി തിയേറ്ററിൽ റിലീസ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു അധികം ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. പ്രൊമോഷൻ ഒക്കെ കുറവായിരുന്നു പടത്തിന്. അപ്പം എല്ലാ റെസ്പോൺസ് കുറവായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ കുടുംബക്കാരും ഒക്കെ തന്നെയാണ് പടം കണ്ടിട്ട് നന്നായി. കൊച്ചിയിലൊക്കെ ഉള്ള കുറെ ഫ്രണ്ട്സ് ഉണ്ട്, നാടകക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ തന്നെയാണ് നന്നായി പറഞ്ഞത്. പക്ഷെ അത് നെറ്റ്ഫ്ലിക്സിലേക്ക് വന്നപ്പം ഒരുപാട് ആൾക്കാർ കണ്ടു. അപ്പൊ ഇപ്പോഴും എനിക്ക് അതിനെ ഫീമെയിൽ ഓറിയന്റഡ് കണ്ടന്റ് ആയതുകൊണ്ട് എന്തോ തിയേറ്ററിൽ അത് പ്രൊമോഷൻ കൊടുക്കാത്തതുകൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എന്റെ വീട് കോഴിക്കോട് നിന്ന് വെള്ളിമാടുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിന്റെ ഇടയിൽ ഒരു 9 കിലോമീറ്റർ കിടക്കുന്നുണ്ട്. ഞാൻ ഒറ്റ പോസ്റ്ററാണ് കണ്ടിട്ടുള്ളത് ആ സമയത്ത്. ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു സംഭവം ഉണ്ടാക്കിയെങ്കിൽ നമ്മളത് സ്വാഭാവികമായിട്ടും അത് വിൽക്കണമെങ്കിൽ നമ്മളതിന് പരസ്യം ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ എങ്ങനെയാ അറിയാ, ആളുകൾ അറിയണ്ടേ. അപ്പൊ ഞാൻ ഈ സീനൊക്കെ ഇതിലിടുമ്പം ആളുകൾ ചോദിക്കുന്നുണ്ട്, അയ്യോ ഇത് ഇറങ്ങിയോ, എപ്പ ഇറങ്ങി? കാരണം വെച്ചാൽ പടം ഇറങ്ങിയത് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നെറ്റ്ഫ്ലിക്സിൽ വന്നപ്പോൾ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ശേഷം മൈക്കിൾ കഴിഞ്ഞിട്ട് ചെയ്ത പ്രൊജക്ട് ഏതായിരുന്നു? ശേഷം മൈക്കിളിൽ കഴിഞ്ഞിട്ട് അതിന് മുമ്പേ ചെയ്തത് ഹിഗിറ്റ, മറ്റേ ശ്രീധന്യ കാറ്ററിംഗ് സർവീസ് ആണ് ആദ്യമായിട്ട് ഞാൻ ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടർ ചെയ്തോന്ന് എനിക്ക് തോന്നിയത്. ജിയോ ബേബിയുടെ പടമായിരുന്നു അത്. പുള്ളിക്കാരൻ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ ഞാൻ ചെറിയൊരു വേഷം ചെയ്തിരുന്നു. അതിനുശേഷം ശ്രീധന്യ ചെയ്തപ്പോഴാണ് പുള്ളിക്കാരൻ വിളിച്ചത്, അങ്ങനെ ചെയ്തു. ഹിഗിറ്റയിൽ ധ്യാൻ്റെ അമ്മയായിട്ട് വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതും നല്ല ക്യാരക്ടറായിരുന്നു. അതിലാകെ 4 സ്ത്രീ കഥാപാത്രങ്ങളേ ഉള്ളൂ. അതിൽ കുറച്ച് പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. പക്ഷെ സിനിമ അത് ശ്രദ്ധിക്കപ്പെട്ടില്ല. ധ്യാൻ്റെ പടമായിരുന്നു. ഒരു എന്താ പറയുക, സുരാജേട്ടൻ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു വേഷമായിരുന്നു. പക്ഷെ അത് സിനിമ അങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്തതുകൊണ്ട്
അങ്ങനെ അപ്പൊ ചേച്ചിയുടെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ അധികം സീനിയർ ആയിട്ടുള്ള ആളുകളുടെ ഭാര്യയായിട്ടും അല്ലെങ്കിൽ അമ്മയായിട്ടും ഒക്കെയാണ് ഇപ്പൊ കുറെ സിനിമകൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? പിന്നെ ഈ അമ്മ റോളുകളിലേക്ക് ചുരുങ്ങുന്നതിന്റെ ഒരു ഇത് ഉണ്ടോ? അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ടോ ഈ ഒരു ഞാൻ ധ്യാന്റെ പടത്തിലേക്ക് പോണ സമയത്ത് അവരെന്റെ ഫോട്ടോ കണ്ടിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ അവർ വിചാരിച്ചു ഞാൻ കുറച്ച് തടിയും ഒക്കെ ഉള്ള ഒരു സ്ത്രീയാണ് വിചാരിച്ചിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഹേമന്തേട്ടൻ എന്നെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, നിങ്ങള് ധ്യാനിന്റെ അമ്മയായിട്ടാണ് എന്നോട് പറഞ്ഞു. അപ്പം ഞാനൊന്നും വേണ്ടിയില്ല. എത്ര വയസ്സുണ്ട് ചോദിച്ചു. അപ്പം എന്നെ സജസ്റ്റ് ചെയ്ത ആള് 40 വയസ്സെന്നാ പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ 40 പറയാൻ ബാധ്യസ്ഥയാണ്. ഞാൻ 40 വയസ്സെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അതിനൊന്നും മിണ്ടിയില്ല. സത്യം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിന് റെസ്പോണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ഒന്നും മിണ്ടിയില്ല. അപ്പൊ അയാള് പറഞ്ഞു, ധ്യാനിനെ ഇപ്പൊ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ കുട്ടി അച്ഛനെ പോലെയാണെന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് പറഞ്ഞു, ആ ഉത്തരം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ നിസാർക്കി ആയിരുന്നു. കഴിഞ്ഞ വർഷം അവാർഡൊക്കെ കിട്ടിയിട്ടില്ല, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ല, നിസാർക്കി ആയിരുന്നു. അപ്പം നിസാർക്കനെ വിളിച്ചു ചോദിച്ചപ്പോൾ അവരെ ഞാൻ തടിപ്പിച്ചോളാം, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നിസാർക്കൊക്കെ എന്നെ നേരത്തെ പരിചയമുണ്ട് കപ്പേളയിൽ ഒരു ലേഡി ഓട്ടോ ഡ്രൈവറെ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ശ്രീധന്യയിലും ഓട്ടോക്കാരിയാണ്, വലിയ വണ്ടി ഓടിക്കുന്ന. എന്നിട്ട് നമ്മുടെ ഈ കുടുംബശ്രീന്റെ വണ്ടിയില്ലേ വേസ്റ്റ് എടുക്കുന്ന ആ വണ്ടി, അതെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ എന്താ വെച്ചാല് ക്യാമറ ഇതിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓട്ടോ ഓടിക്കാനൊന്നും അറിയില്ല. ഞാൻ കപ്പേളയ്ക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ക്യാമറ നമ്മൾ ഇതിൻ്റെ മുമ്പിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, വണ്ടിയുടെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം ഞാൻ ആദ്യം അപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു സ്ലോപ്പാണ് വീട്, അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ചവിട്ടി നിർത്തണം. അപ്പം ആദ്യം ഞാൻ ജിയോ ചേട്ടനോട് വെച്ചു, ജിയോ ചേട്ടാ ഈ ക്യാമറയ്ക്ക് എന്ത് കാശാവും, എൻ്റെ വീട് പണയം വെച്ചാൽ അത് നടക്കുമോ നോക്കാനാന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോ പടവും ഓരോ എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് അതേപോലെ രസകരമായിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ ഓരോ പടത്തിനുണ്ടാവും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഏറ്റവും ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഏതായിരിക്കും ഓർക്കുകയാണെങ്കിൽ? ശേഷം മൈക്കിൾ ഫാത്തിമ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. അതിൽ നൂർജഹാൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തന്നിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. പിന്നെ PPL ലില്ലി എനിക്കിഷ്ടമാണ്. അവര് കുശുമ്പും കുന്നായ്മയും ദുഷ്ടതയും ഒക്കെ ഉള്ള നാട്ടുംപുറത്തുള്ള ഒരു സാധാരണ പെണ്ണ് എന്ന് പറയില്ലേ നമ്മള്, അതേപോലത്തെ. അതില് കുട്ടാപ്പൂ എന്നാണ് എൻ്റെ ഹസ്ബൻഡിന്റെ പേര്. ഹസ്ബൻഡിനെ കാണിക്കുന്നില്ല, ആനക്കാരനാണെന്ന് പറയപ്പെടുന്നു. 3 മക്കളെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ പുറത്ത് ആനപ്പിണ്ടവും ചങ്ങലൊക്കെ ഇട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഹസ്ബൻഡിന് ഇപ്പോഴും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ലില്ലി ഒരു രസമുള്ള ക്യാരക്ടറായിരുന്നു. PPL ഇങ്ങനെ കുറെ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലാതെ ഭയങ്കര സ്ക്രിപ്റ്റഡ് ഫോർമാറ്റിൽ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഇത് തന്നെ പറയണം, ഇതാണ് നിങ്ങളുടെ ഡയലോഗ്, അങ്ങനെയില്ല. ചേച്ചി കുട്ടീനെ കാണാതെയാവുന്നു, അപ്പോൾ ഒരാൾ കിണറ്റിൽ നോക്കി ഇങ്ങനെ പറയുന്നു. അപ്പൊ ചേച്ചി അവിടെ ചെല്ലുമ്പോൾ ഇന്നൊരു സാധനം മാത്രം എക്സ്ട്രാ പറയണം, ബാക്കി ചേച്ചീൻ്റെ കയ്യിൽ നിന്ന് ഇട്ടോളൂ, അങ്ങനെ പറയില്ലേ. അപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും ഇംപ്രൂവൈസ് ചെയ്ത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിലുണ്ട്. ചേച്ചി അതിൽ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇൻവോൾവ് ചെയ്തതിന്റെ ഭാഗമാണ് ഞാൻ അന്ന് തലയും കുത്തി വീണത്. അത് നാച്ചുറൽ ആയിട്ട് തന്നെ സംഭവിച്ചാണോ? അല്ല, ബോധം കെട്ട് വീണത് ആദ്യത്തെ നിങ്ങൾ കണ്ടത് ഞാൻ എന്നെ ശിവജിയേട്ടൻ പിടിക്കണാണല്ലോ. അതിന് മുമ്പത്തെ വീഴ്ച പിടിക്കാതെ ഒരു വീഴ്ച നന്നായിട്ട് വീണിട്ടുണ്ടായിരുന്നു. നാച്ചുറൽ ആയിട്ട് സംഭവിച്ചത്. ഓക്കെ, അപ്പൊ എത്ര വർഷമായി ഇപ്പൊ ഈ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഞാനൊരു 8-9 വർഷമായിട്ട് അമച്വർ നാടകരംഗത്തുണ്ട്. നാടകമാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. നാടകം വേറൊരു എക്സ്പീരിയൻസ് ആണ്. 2 മണിക്കൂർ തിയേറ്റർ പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. 2 മണിക്കൂർ നാടകം നമ്മൾ നന്നായി ചെയ്താൽ 2 മണിക്കൂർ നിൽക്കുകയും നമ്മളൊരു ഡയലോഗ് തെറ്റിച്ചാൽ അത് 10-15 മിനിറ്റിനുള്ളിൽ നിൽക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് നാടകം എന്ന് പറയുന്നത് തരുന്ന ഊർജ്ജം ഭയങ്കര വലുതാണ്. പിന്നെ ഒരു സിനിമ ചെയ്യുന്നതിന് സിനിമയിലെ ക്യാരക്ടറും നാടകത്തിലെ ക്യാരക്ടറും എന്ന് പറയുമ്പോൾ നാടകം നമ്മൾ ആ 2 മണിക്കൂർ കൊണ്ട് നമ്മുടെ ക്യാരക്ടർ ഫുൾ ഫിനിഷ് ചെയ്യും. അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ ചെയ്തു തീർക്കും. സിനിമ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ക്യാരക്ടർ നമ്മൾ എത്ര ദിവസം ഉണ്ടോ അത്രയും ദിവസം കൊണ്ടാണ് ആ സാധനം ഇങ്ങനെ ചെയ്ത് പോണത്. ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ഏതാണ്? നാടകാഭിനയമാണോ? ചെയ്യാൻ ബുദ്ധിമുട്ട് നാടകാഭിനയം തന്നെയാണ്. ലൈവായിട്ട് പെർഫോം ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, മറ്റേത് എല്ലാത്തിനും റീടേക്ക് ഉണ്ടല്ലോ. നിങ്ങൾ മോശമായി പെർഫോം ചെയ്തെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ചെയ്തോളൂ എന്ന് പറയും. മറ്റേതിന് അങ്ങനത്തെ ഒരു ഓപ്ഷനേ ഇല്ല. നമ്മളെ വോയിസ് എനർജി എല്ലാം വേണം. അപ്പം അഥവാ നമ്മള് സിനിമ അഭിനയത്തിന്റെ സമയത്തൊക്കെ നമ്മളെ ശബ്ദമൊക്കെ ഒന്ന് മോശമാണെങ്കിൽ നമുക്ക് ഡബിങ്ങിൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ചെറിയ സ്ലിപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ശരിയാക്കാം. പക്ഷെ നാടകത്തിൽ ഇതൊന്നും നടക്കില്ലല്ലോ. എല്ലാ ഊർജ്ജവും എടുത്ത് ആദ്യത്തെ കാണി മുതൽ ഇപ്പം 3000 ആളുള്ള സ്റ്റേജ് ഇരിക്കുന്ന ആളാണെങ്കിൽ ആ 3000ാമത്തെ ആള് വരെ എത്തുന്ന വരെയുള്ള ഊർജ്ജം നമ്മൾ ശരീരം കൊണ്ടും നമ്മുടെ നമ്മുടെ സൗണ്ട് കൊണ്ടും സംസാരം കൊണ്ടും ഒക്കെ നമ്മളത് കൊടുക്കണം.
അപ്പൊ നാടകം തുടങ്ങി കുറച്ച് കഴിഞ്ഞ് എങ്ങനെയാണ് സിനിമ മോഹം ആദ്യമേ ഉണ്ടായിരുന്നു, അല്ലെ നാടകം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം ഗ്രാജുവലി സിനിമയിലേക്ക് ഞാൻ വന്നതാണ്? ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു. ഓക്കെ. അതാണ് പെർഫോം ചെയ്തിരുന്നത്. മോഹിനിയാട്ടവും ഭരതനാട്യമാണ് പണ്ട് പെർഫോം ചെയ്തിരുന്നത്. സെൻറ്റ് തെരേസസിലെ ഡാൻസ് ടീച്ചറായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നാടകം ചെയ്യുന്നത്. കോളേജിൽ പഠിക്കുമ്പോൾ നാടകം ചെയ്തിട്ടുണ്ട്. പക്ഷെ പണ്ടൊക്കെ നാടകം ഭയങ്കര വെറുക്കപ്പെട്ട കലയാണേ. നമ്മൾ നാടകം ചെയ്യാൻ പാടില്ല. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മാത്സ് പരീക്ഷയിൽ നിന്ന് ഒളിച്ചോടാനാണ് നാടകം എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടത്. പക്ഷെ അത് പിന്നെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. മനോജ് നാരായണ മാഷാണ് ആദ്യത്തെ ഗുരു. പിന്നീട് ശാന്തേട്ടൻ, അങ്ങനെയുള്ള ഒരുപാട് നല്ല നാടക സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. നാടകത്തിലൂടെ തന്നെ സിനിമയിലേക്ക് എത്തി. അപ്പൊ ഇപ്പം എങ്ങനെയാ ചോദിക്കുമ്പോൾ സിനിമ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണോ, എങ്ങനെ, എന്താണ് ആഗ്രഹം, എന്താണ്? 100 നാടകം ചെയ്താലും ഒരു സിനിമ ചെയ്താൽ അത് മതി ശരിക്കും. കാരണം എന്താ വെച്ചാൽ നാടകത്തിന് നമുക്കൊരു ആത്മസംതൃപ്തി ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ടെങ്കിലും ആർക്കും നമ്മൾ അറിയില്ല അല്ലേ. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ അതെ അതെ, നാടകം ടിക്കറ്റ് എടുത്ത് നാടകം കാണുക എന്നൊക്കെ പറയുന്നത് ആൾക്കാരെ സംബന്ധിച്ച് ഭയങ്കര ടാസ്കാ. അതിനുവേണ്ടി സിനിമയ്ക്ക് വേണ്ടി കാശ് മുടക്കാൻ ആർക്കും പ്രയാസമില്ല. പിന്നെ സിനിമ ഇപ്പൊ ഒരുപാട് റീച്ചാണ്. പിന്നെ സിനിമ ഒരു ഡോക്യുമെന്റാ ശരിക്കും. നമ്മൾ ഇന്നൊരു സിനിമ ചെയ്താല് നമ്മൾ മരിക്കാനുള്ള സമയമായാലും ആ സിനിമ അവിടെ തന്നെ ഉണ്ടാവും, നമുക്ക് തപ്പി നോക്കിയാൽ എടുത്ത് കാണാം. നാടകം നമ്മൾ 100 എണ്ണം ചെയ്തിട്ടും കാര്യമില്ല. അതൊരു ഡോക്യുമെന്റ് അല്ലല്ലോ ശരിക്കും. അതിങ്ങനെ ഓരോ സ്റ്റേജിൽ ഞാൻ ഇപ്പോഴും ഒരു നാടകം ചെയ്യുന്നുണ്ട്. തീമാടൻ എന്ന് പറഞ്ഞിട്ട് കാസർഗോഡുകാരുടെ ഒരു നാടകം ചെയ്യുന്നുണ്ട്, വി ശശി എന്ന് പറഞ്ഞ മാഷിന്റെ കീഴിൽ. അങ്ങനെ അത് വിട്ട് കളഞ്ഞിട്ടില്ല. നാടകം ഒരു ഭയങ്കര ഊർജ്ജമാണ്. അതുകൊണ്ട് ഒരു മൂലയിൽ അതിനെ നിർത്തിയിട്ടുണ്ട് സേഫ് ആയിട്ട്. ചേച്ചിയുടെ ഫാമിലി ഒക്കെ? ഹസ്ബൻഡ്, 2 മക്കള്. മൂത്തയാള് ദക്ഷ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കുഞ്ഞത് രുദ്ര 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹസ്ബൻഡ് ഡാൻസ് മാസ്റ്ററാണ്. ശ്രീജിത്ത് എന്നാണ് പേര്. കൊറിയോഗ്രാഫർ തന്നെ. കുറെ കാലമായിട്ട് സിനിമയിൽ ഉണ്ട്. പിന്നെ വീട്ടില് എൻ്റെ മക്കളെ ഞാൻ നോക്കുന്നതിനേക്കാളും ഭംഗിയായി നോക്കുന്ന ഒരാളുണ്ട്, എൻ്റെ അമ്മ. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്നത്, വർക്ക് ചെയ്യാൻ പറ്റുന്നത്. നാടകം ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ. ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഭീകര സപ്പോർട്ടാണ്. കാരണം ചേച്ചി ഇപ്പൊ ഒരുപാട് പ്രൊജക്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫാമിലി ഇതേപോലെ നമുക്ക് അത്ര കെയർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം? ഞാൻ കുഞ്ഞിലായപ്പം അച്ഛൻ മരിച്ചു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കും. പിന്നെ അമ്മയാണ് ഞങ്ങളെ വളർത്തിയത്. എനിക്കൊരു ചേച്ചിയുണ്ട്, ഡോക്ടറാണ് അവള്. സ്മിത എന്നാണ് പേര്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കണേ. തറവാട്ടിലാണ് ഞാൻ താമസിക്കണേ. അവിടെ അമ്മയുണ്ട്. അമ്മയാണ് എല്ലാം നോക്കി നടത്തുന്നത്. പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ആയിക്കോട്ടെ സിനിമ എന്ന് പറയുന്നതിനോട് യാതൊരു പ്രശ്നവും ഇല്ല. മൂപ്പത്തി വളരെ ഓക്കെയാണ്. അപ്പം അമ്മ എറണാകുളത്താണ്, ഹസ്ബൻഡിൻ്റെ വീട് തൃപ്പൂണിത്തറയിലാണ്. അങ്ങനെ അപ്പോൾ വലിയ കുഴപ്പമില്ല. എല്ലാവരും ഇങ്ങനെ എന്താ പറയാ, നമ്മളെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. ഇപ്പൊ എങ്ങനെ ആളുകള് ഇപ്പൊ ഒരുപാട് സിനിമകളിൽ മോൻ കാണിച്ചതുകൊണ്ട് തന്നെ എങ്ങനെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ ശേഷം മൈക്കിൾ ഫാത്തിമയ്ക്ക് ശേഷം കുറച്ച് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. PPL ശേഷവും ഇപ്പൊ നാളെ ട്രെയിനിൽ വരുമ്പോ ഒക്കെ ലില്ലി എന്ന് പറഞ്ഞേ അത് ഇപ്പൊ ഇറങ്ങിയത് കൊണ്ട് ഈ ആളുകൾ ഈ അടുത്ത കാലത്ത് കണ്ടതാവുമ്പോ നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള സാധനത്തിൽ സംസാരിക്കുന്നുണ്ട്. PPL വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഓസ്ലർ ആണെങ്കിലും PPL ഇറങ്ങിയതിന്റെ ശേഷം ഓസ്ലർ ഇറങ്ങിയത് കൊണ്ട് ഓസ്ലറുടെ വേഷം എന്ന് പറഞ്ഞിട്ട് കുറെ മെസ്സഞ്ചറിലും അവിടെ ഇവിടെ ആ ഒരു ഫസ്റ്റ് പോർഷനിൽ നോട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഗുണം ഉണ്ടായത് എന്താ വെച്ചാല് നൂർജഹാൻ എന്ന് പറയുന്ന ശേഷം മൈക്കിൾ ഫാത്തിമേന്റെ നേരെ വേറൊരു ക്യാരക്ടറാണ് ലില്ലി. അതിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനമാണ് മറ്റേ കുഞ്ഞിതാണെങ്കിലും ഓസ്ലറിലെ ടീന. അപ്പൊ അതുകൊണ്ടൊരു ഗുണം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഡിഫറെന്റ് കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുന്നു. എന്തൊക്കെയാണ് ഇനി കമ്മിങ് പ്രൊജക്ട്സ് എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്തു വെച്ചിട്ടുള്ളത്? നാരായണീന്റെ 3 ആൺമക്കൾ എന്ന് പറയുന്ന ഒരു പടമുണ്ട്. അതിൽ സുരാജേട്ടന്റെ ഒരു പഴയ കാമുകിയായിട്ട് ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അത് കോഴിക്കോട് വെച്ച് നടന്ന സിനിമയാണ്. പിന്നെ കോലാഹലം എന്ന് പറഞ്ഞ സിനിമയുണ്ട്, ഒറ്റപ്പാലം വെച്ച് നടന്ന സിനിമ. അത് വളരെ രസകരമായിട്ട്, അതായത് അച്ഛൻ മരിക്കുമ്പോൾ ഉള്ള 3 പെൺകുട്ടികളുണ്ട്. അതിൽ എൻ്റെ പേര് സുഭാഷിണി എന്നാണ്. ഞാൻ ഭയങ്കര പടച്ചിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണെങ്കിൽ വളരെ വൃത്തികെട്ട സ്ത്രീ, പേര് പോലെയല്ല, വളരെ മോശം സംസാരമുള്ള ഒരു സ്ത്രീ. അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത് വെച്ചതുണ്ട്. പിന്നെ രുധിരം എന്ന് പറഞ്ഞ അപർണ ബാലമുരളി രാജ്ശെട്ടി പടം, അതിലൊരു ഡോക്ടർ വേഷം ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും ഡിഫറെന്റ് ആണ്. കുറച്ച് ചെറിയ വേഷങ്ങളാണ്, എങ്കിൽ കൂടിയും നല്ലതാണ്. പിന്നെ ഇപ്പം ഫെബ്രുവരിയിൽ റിലീസ് ആവാൻ പോണത് പ്രേമലു എന്ന് പറഞ്ഞ പടമാണ്. തണ്ണീർമത്തൻ ദിനങ്ങൾ ഡയറക്ടർ പടം. അത് ഗിരീഷേടി പടം. അതൊക്കെ വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഗിരീഷേട്ടൻ ആയിക്കോട്ടെ, ഏട്ടനല്ല ആക്ച്വലി, ചെറുതാണ്, പക്ഷെ നമ്മൾ റെസ്പെക്ട് പ്രകാരം അങ്ങനെ പറഞ്ഞാണ്. ഭയങ്കര നല്ല മനുഷ്യനാണ്. ആ ടീമും ഭയങ്കര നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നസ്ലിൻ്റെ അമ്മയായിട്ടാണ് അതിൽ. അത് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഫെബ്രുവരിയിൽ റിലീസ് ഉണ്ട്. പിന്നെ ഇനിയുള്ള ഒരു
ഇപ്പം ഈ PPL-ന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് PPL-ന് ശേഷം എന്ന് പറഞ്ഞ പോലെ ദീപുവിൻ്റെ തന്നെ സ്ക്രിപ്റ്റ്. PPL ദീപുവിൻ്റെ സ്ക്രിപ്റ്റാണ്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ സിനിമ. പൃഥ്വിരാജ്, നിഖില, അനശ്വര, ബേസിൽ അങ്ങനെ പറഞ്ഞൊരു ക്രൗഡ് പടം. അതിൽ നിഖിലയുടെ അമ്മയായിട്ട്, പൃഥ്വിരാജിൻ്റെ അമ്മായിയമ്മയായിട്ട് ഒരു വേഷത്തിലുണ്ട്. അത് കഴിഞ്ഞിട്ട് വാഴ എന്ന് പറയുന്ന അവരുടെ തന്നെ പ്രൊജക്റ്റാണ്. വിപിൻ ദാസാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്, JJ ഹേ ഡയറക്ടർ. അപ്പം അതിൽ ഒരുപാട് പ്രൊജക്ട് ജഗദീഷേട്ടൻ്റെ വൈഫായിട്ട് ഒരു വേഷം നമുക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. അതാണ് എന്റെയും പ്രതീക്ഷ. ഉണ്ടാവോന്നറിയില്ല. അല്ല, എന്തായാലും ഇത്രയും നല്ല സിനിമകളുടെ ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെയാണ് വലിയ കാര്യം. അല്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ലക്കാണ്. കാരണം നമുക്ക് ഇതിലൊരു ഗോഡ് ഫാദർ ഇല്ല. അപ്പൊ നമുക്ക് ഓരോ സിനിമയിൽ നിന്നാണ് ഓരോ സിനിമയിലേക്ക് പോകുന്നത്. ശേഷം മൈക്കിൾ ഫാത്തിമേന്റെ AD ആണ് ബോസൻ കോ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ശേഷം മൈക്കിൾ ഫാത്തിമേന്റെ അസോസിയേറ്റ് ആണ് നാരായണീന്റെ 3 ആൺമക്കളിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഒന്നിലേക്കാണ് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് അവര് കുഴപ്പമില്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് വിളി വരുന്നത്. അപ്പം അങ്ങനെ കണക്റ്റഡ് ആയിട്ട് സുധീഷേട്ടന്റെ വൈഫായിട്ട്. സുധീഷേട്ടൻ്റെ വൈഫ് അതെങ്ങനെയുണ്ടായിരുന്നു? സുധീഷേട്ടൻ നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. സുധീഷേട്ടനെനിക്ക് നേരത്തെ അറിയാം. സുധീഷേട്ടനെ പോലെ നല്ലൊരു കോ ആക്ടർ ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട് ആ സിനിമയിൽ. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും കോ ആക്ടർ നന്നായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പെർഫോമൻസ് ഭയങ്കര നന്നാക്കാൻ പറ്റും. അതായത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാനൊരു ഗ്യാപ്പ് എടുത്തോട്ടെ സുധീഷേട്ടൻ ആ സമയത്ത്, അപ്പൊ സുധീഷേട്ടൻ അങ്ങനെ എടുത്തോളൂ, അപ്പൊ ഞാൻ നോക്കാൻ നിന്നെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ തമ്മിലൊരു കണക്ഷൻ വരുമല്ലോ. അതന്നെ. അതെ. അപ്പൊ നമുക്കത് ഈസി ആയിട്ട് അത് വർക്കാവും. ആ സാധനം എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഭയങ്കര പ്രോസസ്സിംഗ് ഒന്നും ആവശ്യമില്ലാതെ തന്നെ പെട്ടെന്ന് ശരിയാവും. അപ്പം സുധീഷേട്ടൻ നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ആക്ടറുമായിരുന്നു. ഇപ്പൊ സിനിമന്റെ എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഈ കോ ആക്ടേഴ്സിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെ. അതെ. അപ്പൊ അതെല്ലാ സിനിമയിലും ഉണ്ടായിരുന്നു. ഇപ്പൊ കല്യാണി ആയിക്കോട്ടെ, കല്യാണി ഭയങ്കര കമ്പനിയായിരുന്നു നമ്മളോട്. ഭയങ്കര സ്നേഹത്തിലാണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. കല്യാണി നമ്മൾ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. മറ്റേത് അയ്യോ കല്യാണി ഭയങ്കര നടിയാണല്ലോ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പാളും. അപ്പൊ ആദ്യത്തെ ദിവസം ആ സെറ്റിൽ എത്തുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് കല്യാണിനെ നേരത്തെ അറിയില്ല. അവരുടെ ചുറ്റും 3-4 ആൾക്കാർ നിൽക്കുന്നു, ഹെയർ ചെയ്യാൻ ഒരാള്, മേക്കപ്പ് ഒരാള്, അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ നമുക്കൊരു ടെൻഷൻ. അതെ. അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. 2ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് കല്യാണി ഭയങ്കര കമ്പനിയായി. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് വർക്ക് ചെയ്യാൻ നല്ല സുഖമായി. ഇപ്പോഴും ഞാൻ പ്രൊമോഷന് പോകുമ്പോഴും നമ്മളെ കാണുമ്പോൾ ഓടി വന്ന് അവരെ തന്നെയാണ് നമ്മളെ ഹഗ് ചെയ്യുന്നത്. അത്രയും നല്ല കുട്ടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കോ ആക്ടർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ്. അതെ, നമ്മളെ ആ ഒരു സീനൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് തരാനൊക്കെ അവരുടെ ഒരു സപ്പോർട്ട് ഭയങ്കര. ഒരുപാട് ചേച്ചിയാണ് ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ് അല്ലെ, ഇത്ര ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇപ്പൊ ജോയേട്ടൻ ആയിക്കോട്ടെ, ആദ്യം ചെയ്യുന്ന പടമാണെങ്കിലും ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണെന്ന് ജോയേട്ടൻ അറിയാം. എങ്കിൽ പോലും എന്ത് സൗമ്യമായിട്ടാണെന്നറിയോ ഡീലിനെ. അങ്ങേരെ ഒന്ന് തറപ്പിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ധൈര്യവും ചോർന്നു പോകും. ഇന്നാണ് നമുക്ക് പിന്നെ ഒരു ധൈര്യത്തിൽ നിൽക്കാൻ പറ്റുക. അന്ന് നമുക്ക് ഒന്നും അറിയില്ലല്ലോ. പക്ഷെ വളരെ മൈൽഡായിട്ട് ഡീൽ ചെയ്തുകൊണ്ട് നമുക്കും സുഖമായി ചെയ്യാനായിട്ട്. അത് കട്ടായി പോയത് നമുക്ക് നഷ്ടമാണെങ്കിലും നമുക്കത് നല്ലൊരു എൻട്രി ആയിരുന്നു. കാരണം അതിൻ്റെ ഡയറക്ടർ വളരെ നല്ലതായിരുന്നു. ഉണ്ണികൃഷ്ണാവള എന്ന് പറയുന്ന റൈറ്ററാണ് അയാൾ. അപ്പോൾ അയാളുടെ വിപരീതം എന്ന് പറഞ്ഞ ഒരു കഥേനെ ആസ്പദമാക്കിയിട്ടാണ് ആ സിനിമ ഉണ്ടാവുന്നത്. അപ്പോൾ ചേച്ചി നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യണം അങ്ങനെയൊന്നുമില്ലല്ലോ, എല്ലാം ചെയ്യാന്നുള്ളൊരു രീതിയിൽ തന്നെയാണോ പോണ? അല്ലെങ്കിൽ എന്ത് വേഷമായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അമ്മൂമ്മയായിക്കോട്ടെ, എന്ത് കുഞ്ഞി പാസിങ് ഷോട്ടാണെങ്കിൽ പോലും നമ്മൾ അത് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് അത് ചെയ്യാന്നുള്ളതാണ് നമ്മളെ ജോലി. അതാണ്. അപ്പൊ നമ്മള് ചെയ്യണമല്ലോ അല്ലെ. അതെ. എന്തായാലും ചേച്ചിക്ക് ഒരുപാട് അവസരങ്ങൾ ഇതേപോലെ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ഇനി ഞങ്ങൾ സിനിമകളിലൂടെ കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. Celluloid Film Magazine.